ഹലോ, രാവിലെ വീട്ടിലെ പണിയെല്ലാം കുറച്ച് ഒതുക്കി അതിന് ശേഷം ഇതാ പുല്ലരിയാൻ പോയിന്. അപ്പോൾ നമ്മളെ പറമ്പിൽ തന്നെ പുല്ലരിയാൻ പോയിന് കേട്ടോ പശുവിന്. അങ്ങനെ രാവിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ പുല്ലരിയാൻ പോയി. പിന്നെ ഉച്ചക്ക് ചോറൊന്നും വേണ്ട, അവരുടെ ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടായിന്. അങ്ങനെ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിന്. അങ്ങനെ ബിരിയാണി ഉച്ചക്ക് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ചോറൊന്നും വെക്കാൻ നിന്നിട്ടില്ല, പിന്നെ വൈകുന്നേരത്തേക്കല്ലേ വേണ്ടു. അങ്ങനെ പിന്നെ നേരെ പുല്ലിന് പോയി. ഇതാ നമ്മളെ പറമ്പാണ് ഇത്. ഒരുപാട് പുല്ലുണ്ട് കേട്ടോ, നട്ട പുല്ല് ഒരുപാടുണ്ട്. മഴ തന്നെയല്ലേ ഇപ്പം, മഴയായതുകൊണ്ട് പിന്നെ അങ്ങനെ അവരുടെ കാട് കയറിയിട്ടായില്ലത്. പിന്നെ അങ്ങനെ അരിഞ്ഞ് ഞാൻ ലേശാകുമ്പോൾ ഞാൻ കൊണ്ടുപോയിന്ന് വണ്ടിക്ക് കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ അവിടെ കൊണ്ടുപോയിന്ന്. അപ്പോൾ വേമ്പേ അരിഞ്ഞ് കുറച്ചാകുന്തോറും ഇങ്ങനത്തെ പുല്ല് വേഗം കനമുണ്ടാവും കേട്ടോ, നല്ല കനാന്ന് ഈ തീറ്റപ്പുല്ല്. അതുകൊണ്ട് ലേശം അരിഞ്ഞ് വെച്ച് പിന്നെ അങ്ങനെ കുറേശ്ശെ കൊണ്ടുപോയിന്ന്. അങ്ങനെ പിന്നെ ഞാൻ വിരിച്ചു. പിന്നെ രാവിലെ പുല്ല് അരിഞ്ഞ് കൊണ്ടുവച്ചാലേ കുറച്ച് ദിവസത്തേക്ക് കൊടുക്കാനായില്ല, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ പുല്ലരിഞ്ഞ് ഏകദേശം കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ വണ്ടി വരാൻ വേണ്ടിയിട്ട് വിളിച്ചു. വണ്ടി വരാൻ വേണ്ടി വിളിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് പുല്ല് വെച്ചെടുത്തേക്ക് ഇങ്ങോട്ടേക്ക് നടന്ന് വരുവതിനെ. അങ്ങനെ നമ്മളെ പുല്ല് ഇതാ ഒരുപാടുണ്ട് കേട്ടോ, തീറ്റപ്പുല്ല് ഒരുപാടുണ്ട്. അരിഞ്ഞിട്ട് എനിക്ക് പിന്നെ ആവുന്നില്ല, വണ്ടിക്ക് അരിഞ്ഞെല്ലാവുമ്പോഴത്തേക്ക് ക്ഷീണമാവുന്നില്ല ആവില്ല. അങ്ങനെ പിന്നെ വണ്ടിക്ക് കൊണ്ടുവന്ന് വീട്ടിലെത്തി. പിന്നെ ഇതാ മഴ തന്നെയാണ്. അപ്പോൾ മഴേൻ്റെ തുണി എടുക്കലും അറിയിടലും, തുണി പിന്നെയും മുറ്റത്തോട്ട് അറിയിട്ടും അങ്ങനെയാണ്. പിന്നെ നമ്മളെ ബിരിയാണിയെല്ലാം വന്നു. പിന്നെ ഉച്ചക്ക് ഇതാ നമ്മൾ ബിരിയാണിയെല്ലാം തിന്നുകൊണ്ട് നിൽക്കും. ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ ബിരിയാണിയെല്ലാം തിന്ന് നല്ല ബീട്രൂട്ട് അച്ചാറും ഉണ്ടായിനെ. അങ്ങനെ ബിരിയാണിയെല്ലാം തിന്ന് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു നമ്മൾ.